അനാധിനാഥനേശുവൻ ധനം അന്യനാം ഭൂവിലെന്ന ധന്യനാം ഞാൻ ക്രിസ്തുവിൽ സദാ. അന്യനാം ഭൂവിലെന്ന ധന്യനാം ഞാൻ ക്രിസ്തുവിൽ സദാ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് എന്നെ ശ്രവിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മെ ചേർത്തുകൊള്ളുവാനായി വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഈ ദിവസങ്ങളിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വീണ്ടും വരവിനെക്കുറിച്ചാണല്ലോ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടിയിരിക്കും. ഇങ്ങനെ കർത്താവ് കർത്താവ് വരും. അത് എത്രയും വേഗം തന്നെ കർത്താവ് വരും. വെളിപ്പാട് പുസ്തകത്തിൽ നാം കണ്ടല്ലോ, കർത്താവ് ഇതാ ഞാൻ വരുന്നു, വേഗം വരുന്നു എന്ന് പറയുന്നു. അപ്പോൾ കർത്താവിനോട് നമുക്ക് കർത്താവ് വേഗം വരണമേ എന്ന് പറയണമെങ്കിൽ നാം ഒരുങ്ങിയിരിക്കണം. അതാണ് ഈ ദിവസങ്ങളിലെല്ലാം നാം ചിന്തിച്ചുകൊണ്ടിരുന്നത്. എങ്ങനെയൊക്കെ നാം ഒരുങ്ങിയിരിക്കണം എന്നുള്ളതാണ് നാം കണ്ടത്. ഒന്നാമതായിട്ട് നാം സുബോധത്തോടെ ഉണർന്നിരിക്കണം. മരിച്ചവരുടെ ഇടയിൽ നിന്ന്, മരിച്ചു കിടക്കുന്നവരായിട്ടല്ല, മരിച്ചവരുടെ ഇടയിൽ നിന്ന് നാം എഴുന്നേൽക്കണം. അത് ഒന്നാമതായിട്ട്. രണ്ടാമതായിട്ട് കർത്താവ് വിശുദ്ധനായിരിക്കുന്ന പോലെ നാം നമ്മെ തന്നെ വിശുദ്ധീകരിച്ചുകൊണ്ട് ജീവിക്കണം. മൂന്നാമതായിട്ട് നമ്മൾക്ക് ഈ ലോകത്തിൽ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കുന്നത്, രക്ഷിക്കപ്പെട്ട ഉടനെ നമ്മൾ ഈ ലോകത്തിൽ നിന്ന് എടുക്കുകയല്ല ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മളെ ഈ ലോകത്തിലാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് നാം പ്രവൃത്തി ചെയ്യുന്നവരായിരിക്കണം. നാം പ്രവൃത്തി ചെയ്യുന്നവരായിരിക്കണം എന്ന് പറയുമ്പോൾ നാം സൽപ്രവൃത്തികൾ ചെയ്യണം. അതിനുവേണ്ടിയാണ് നാം നിയമിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മൾ കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്ന, അതിനും നമ്മൾ കാരണമല്ല. എന്നാൽ നമ്മളെ വിളിച്ച് വേർതിരിച്ചിരുന്നിരിക്കുന്നതിൻ്റെ ഉദ്ദേശം നാം സൽപ്രവൃത്തി എന്നുള്ളതാണ്. അത് മാത്രമല്ല, നമ്മളെ സുവിശേഷം പറയുന്നവരായിരിക്കണം. ഈ സുവിശേഷം പറയണം എന്നുള്ളത് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ കൽപ്പനയാണ്. നമ്മളെ വിളിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടി? കർത്താവിൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ വേണ്ടിയാണ്. അതുകൊണ്ട് സുവിശേഷം പറയുന്നവരായിരിക്കണം. മാത്രമല്ല, കർത്താവ് നാം രക്ഷിക്കപ്പെട്ട സമയത്ത് പരിശുദ്ധാത്മാവ് ദൈവം ദാനമായിട്ട് ലഭിച്ചതിനോടൊപ്പം തന്നെ നമുക്ക് താലന്തുകളെ തന്നിട്ടുണ്ട്. നമ്മുടെ കൃപാവരങ്ങളെ കൊണ്ട് നമ്മളെ കൃപാവരങ്ങളെ ജ്വലിപ്പിക്കണം. അത് നമ്മുടേതല്ല, നമ്മൾ അതിൻ്റെ കാര്യസ്ഥരാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കർത്താവ് തന്ന കർത്താവിൻ്റേതായിട്ടുള്ളത് കൊണ്ട് വ്യാപാരം ചെയ്ത് 100, 60, 30 മേനി വിളയിക്കണം. അത് കുഴിച്ചിടുന്നവരായിട്ടല്ല, അത് നശിപ്പിക്കുന്നവരായിട്ടല്ല. അത് നശിപ്പിക്കുന്നവരാണെങ്കിൽ നമ്മൾക്ക് നമ്മൾക്കുള്ളത് കൂടെ ദൈവം എടുത്തു കളയും എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് തന്നതായിട്ടുള്ള കൃപാവരങ്ങളെ ജ്വലിപ്പിച്ചുകൊണ്ട് ജീവിക്കുക. അങ്ങനെ നമുക്ക് തന്നതായിട്ടുള്ള കൃപാവരങ്ങളെ നമ്മൾ ജ്വലിപ്പിക്കുമ്പോൾ കർത്താവ് കൂടുതൽ കൃപാവരങ്ങളെ നമുക്ക് തരും എന്ന് നാം കണ്ടു. ഇങ്ങനെ കർത്താവ് വരുമെന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വാക്കുകൊണ്ട് മാത്രമാണോ കർത്താവ് വേഗം വരണമേ? കർത്താവ് വെറുതെ അല്ല കേട്ടോ വരുന്നത്, പ്രതിഫലങ്ങൾ കൊണ്ടുമാണ് വരുന്നത്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരുങ്ങിയിരിക്കാം. ഒരുങ്ങിയിരുന്ന ഒരു 10 വയസ്സുള്ള ഒരു ബാലിയെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. റുമേനിയയിലെ ഒരു സ്കൂൾ, കുട്ടികളെല്ലാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് തോക്കുധാരികളായ 5 പേർ ക്ലാസ് മുറിയിലേക്ക് കയറി വന്നു. 2 പേർ വാതിക്കൽ നിന്ന് ഒരു ബൈബിളെടുത്ത് വാതിലിൻ്റെ നടുക്ക് ഇട്ടിട്ട് കുട്ടികളോട് വരിവരിയായി വന്ന് ബൈബിളിൽ തുപ്പിയിട്ട് പോകുവാൻ പറഞ്ഞു. കുട്ടികൾ ഓരോരുത്തരായി വന്ന് തുപ്പിയിട്ട് ഇറങ്ങിപ്പോയി. എന്നാൽ അടുത്ത് വന്നത് 12 വയസ്സുള്ള ഒരു യഹൂദ ബാലികയായിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് അവളുടെ കൂട്ടുകാരി കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് അവളോട് പറയുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. അവളോട് പറഞ്ഞു, ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നു. കർത്താവ് നമുക്ക് വേണ്ടി പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. പാപത്തിൻ്റെ ശിക്ഷയായ നരകശിക്ഷ ക്രൂശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ് അവരിന്ന് സ്വർഗത്തിൽ ജീവിക്കുകയാണ്. നാം നമ്മുടെ പാവങ്ങളെക്കുറിച്ച് പശ്ചാത്താപിച്ച് മാനസാന്തരപ്പെട്ട് നമുക്ക് ഈ കർത്താവിനെ ഏകരക്ഷകനുമായിട്ട് സ്വീകരിച്ചാൽ ദൈവത്തിൻ്റെ മകളായിട്ട് തീരും, രക്ഷിക്കപ്പെടും എന്ന് ഒരു കൂട്ടുകാരി അവളോട് പറഞ്ഞു. ഈ യഹൂദ ബാലിക 12 വയസ്സുള്ള കുട്ടി, അവൾ കർത്താവിനെ ഏകരക്ഷകനുമായിട്ട് സ്വീകരിച്ചു. അവൾ ദൈവത്തിൻ്റെ മകളായിട്ട് തീർന്നു. ഈ വചനങ്ങളെല്ലാം അവളോട് പറഞ്ഞു തന്നത് ആ കൂട്ടുകാരി ദൈവത്തിൻ്റെ ഒരു വചനം അവളുടെ കയ്യിൽ വന്നു കാണിച്ചുകൊണ്ടാണ്. അവൾക്കൊരു ദൈവത്തിൻ്റെ ഒരു വചനം കൊടുക്കുകയും ചെയ്തു. അത് അവളോട് ഒളിച്ച് അവളുടെ ഭവനത്തിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ബൈബിൾ കണ്ടപ്പോൾ അവൾ ആ ബൈബിൾ എടുത്തു.
അവൾക്കത് കണ്ടപ്പോൾ അവൾ ആ തുപ്പലേറ്റ ബൈബിൾ തുപ്പൽ കൊണ്ട് നിറഞ്ഞു കിടക്കുന്ന ബൈബിള് അവളെടുത്തിട്ട് അവളുടെ വസ്ത്രം കൊണ്ട് ആ തുപ്പലെല്ലാം തുടച്ചു. അതിനെ അവൾ ഉമ്മ വയ്ക്കുവാനായിട്ട് തുടങ്ങി. അവൾ അതിനെ മുത്തുവാനായിട്ട് തുടങ്ങി. എന്നിട്ട് പറഞ്ഞു, ഇതെൻ്റെ രക്ഷകൻ്റെ വചനമാണ്, ഇതെൻ്റെ ആത്മവാൺമാൻ്റെ എഴുത്തുകളാണ്. പ്രിയ സഹോദരിമാരെ, പ്രിയ കുഞ്ഞുങ്ങളെ, ഈ ദൈവവചനത്തോട് നമുക്ക് ഇത്ര സ്നേഹമുണ്ടോ, ഇത്ര തായ്വുണ്ടോ? ഈ വചനം നമ്മൾ വായിക്കുന്നുണ്ടോ? ഈ വചനം നമ്മൾ കാണാപ്പാഠം പഠിക്കുന്നുണ്ടോ? ഈ വചനത്തിൻ്റെ മുമ്പാകെ ഇരുന്ന് നമ്മൾ ധ്യാനിക്കുന്നുണ്ടോ? അവൾക്ക് ആ ദൈവത്തിൻ്റെ വചനം വളരെ വിലയേറിയതായിരുന്നു. അതുകൊണ്ട് അവൾ അതെടുത്ത് മുത്തുവാൻ തുടങ്ങി. അപ്പോഴേക്കും അവളുടെ കണ്ണിലും പിന്നെ ചെവിയിലും കയ്യിലുമായി വെടിയുണ്ടകൾ പാഞ്ഞു കയറിപ്പോയി. എൻ്റെ രക്ഷക, ഞാൻ വരുന്നു എന്ന് പറഞ്ഞ് അവളെ സ്നേഹിച്ച ആത്മമണവാളൻ്റെ അടുത്തെത്തി. അവൾ ഒരുക്കമായിരുന്നു. പ്രിയ സഹോദരിമാരെ, നാമോ ഇങ്ങനെ നാം കണ്ടല്ലോ, നാം കർത്താവ് വരുന്നത് വെറുതെയല്ല കേട്ടോ, പ്രതിഫലവുമായിട്ടാണ് വരുന്നത്. എന്നാൽ പ്രതിഫലം തരുന്നത് നമ്മുടെ പ്രവൃത്തികൾക്ക് തക്കവണ്ണമാണ് എന്നുള്ളത് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇവിടെ കാണുന്നത് 1 കൊരിന്ത്യർ 3 അധ്യായത്തിൻ്റെ 12 മുതലുള്ള വാക്യം നമുക്കൊന്ന് വായിക്കാം. ആ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ എന്നിവ പണിയുന്നുവെങ്കിൽ അവനവൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരും. ആ ദിവസം അതിനെ വെളിവാക്കും. അത് തീയോടെ വെളിപ്പെട്ടു വരും. ഓരോരുത്തൻ്റെ പ്രവൃത്തി ഇന്ന വിധമെന്ന് തീ തന്നെ ശോധന ചെയ്യും. ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കുമെങ്കിൽ അവന് പ്രതിഫലം കിട്ടും. ഒരുത്തൻ്റെ പ്രവൃത്തി വെന്തു പോയെങ്കിൽ അവന് ഛേദം വരും. താനോ രക്ഷിക്കപ്പെടും, എന്നാൽ തീയിൽ കൂടെ എന്ന പോലെ അത്രേ. അതേ, നമ്മുടെ രക്ഷ ഒരിക്കലും നഷ്ടപ്പെടുകയില്ല, നമ്മൾ പ്രവൃത്തി ചെയ്താലും ചെയ്തില്ലെങ്കിലും. എന്നാൽ നമ്മുടെ പ്രവൃത്തി അന്ന് ശോധന ചെയ്യുമ്പോൾ അത് നല്ല പ്രവൃത്തിയാണെങ്കിൽ, നിലനിൽക്കുന്ന പ്രവൃത്തിയാണെങ്കിൽ നമ്മൾക്ക് പ്രതിഫലം കിട്ടും. നാം ഓരോ ദിവസം പണിയുന്ന പ്രവൃത്തി പൊന്ന്, വെള്ളി, വിലയേറിയ കല്ലുകൊണ്ടാണെങ്കിൽ, പ്രിയ സഹോദരിമാരെ, അത് തീയിൽ കൂടെ പോകുമ്പോൾ വെന്തു പോകുകയില്ല. നാം യഥാർത്ഥമായ ദൈവത്തോടുള്ള സ്നേഹം കൊണ്ട് പണിയുന്ന ഓരോ പ്രവൃത്തിയും, ഒരു ചെറിയ പ്രവൃത്തിയാണെങ്കിലും, ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുന്നതാണെങ്കിലും, അതൊരിക്കലും അത് നഷ്ടപ്പെട്ടു പോകുകയില്ല. അതിന് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമ്മുടെ സൽപ്രവൃത്തികൾ ഒന്നും നഷ്ടമായി പോകത്തില്ല. അതിനെല്ലാം നമ്മൾക്ക് പ്രതിഫലം നൽകും. എന്നാൽ നമ്മുടെ പ്രവൃത്തി വെറും കല്ല്, മരം, പുല്ല്, വൈക്കോൽ എന്നിവ കൊണ്ടാണെങ്കിൽ അത് ആ തീയിൽ കൂടെ കടന്നു പോകുമ്പോൾ അത് വെന്തു പോകും. അത് നമ്മൾക്ക് പ്രതിഫലമില്ലാത്തവരായിട്ട് നാം രക്ഷിക്കപ്പെടും. എന്നാൽ പ്രതിഫലമില്ലാത്തവരായിട്ട് അന്ന് നിൽക്കേണ്ടതായിട്ട് വരും. പ്രിയ സഹോദരിമാരെ, ദൈവം നമ്മൾക്ക് തന്നിരിക്കുന്ന ഈ സമയങ്ങൾ എത്ര ദിവസം നമുക്ക് ഈ ലോകത്തിലുണ്ടെന്ന് അറിയത്തില്ല, എത്ര സ്വാതന്ത്ര്യം നമുക്കുണ്ടെന്ന് അറിയത്തില്ല. എന്നാൽ നമുക്ക് കിട്ടുന്നതായിട്ടുള്ള സമയങ്ങൾ നമ്മൾക്ക് മരം, പുല്ല്, വൈക്കോൽ എന്നുകൊണ്ടല്ല, മറിച്ച് പൊന്ന്, വെള്ളി, വിലയേറിയ കല്ലും കൊണ്ട് കർത്താവിന് വേണ്ടി അധ്വാനിപ്പാനായിട്ട്, നമ്മുടെ സൽപ്രവൃത്തികൾ ചെയ്യുവാനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അവൻ്റെ വലിയ നാമം എന്നുവെന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. സ്വർഗത്തിലെൻ ധനം ഭദ്രം സുശോഭനം, സ്വർഗത്തിലെൻ ധനം ഭദ്രം സുശോഭനം. ഉലകത്തിൻ്റെ സ്ഥാപനം അതിനു മുൻപുമെൻ ധനം, ഉലകത്തിൻ്റെ സ്ഥാപനം അതിനു മുൻപുമെൻ ധനം. ഉന്നതൻ ക്രിസ്തുവിൽ ദൈവം മുന്നറിഞ്ഞതാം, ഉന്നതൻ ക്രിസ്തുവിൽ ദൈവം മുന്നറിഞ്ഞതാം. അനാഥിനാഥനേശുവൻ ധനം അന്യനാം ഭൂവിലെന്നാ, ധന്യനാം ഞാൻ ക്രിസ്തുവിൽ സദാ. Good morning, sisters. 1 Timothy chapter 2 verses 1 and onwards. I exhort therefore that first of all supplications, prayers, intercessions, and giving of thanks be made for all men, for kings and for all that are in authority, that we may lead a quiet and peaceable life in all godliness and honesty. For this is good and acceptable in the sight of God our Saviour, who will have all men to be saved, and to come unto the knowledge of the truth. For there is one God, and one mediator between God and men, the man Christ Jesus, who gave himself a ransom for all, to be testified in due time. Why do we pray? Prayer is one of two parts of communication with God.
One is reading God's Word, which is the Bible. This is how God talks to us. And the other is prayer, which is how we talk to God. Both are vital to properly communicate. Now, why should we pray? Verse 1. We pray to submit our burdens to God, to make intercession for us before God the Father, and to give Him our thanks for how He has carried us through life. Verse 2. We pray so that we may live a quiet and peaceful life in honesty. Many times we wish for quiet and peace in our lives, especially when so much is happening around us. But only God can give you the peace that surpasses all understanding. Verse 3. We pray for it is acceptable and good. The first time that God describes something as good is in the book of Genesis, where everything God created was good at the end of each day of 7 days. This means that it pleased Him that what He made was perfect. The same is said about prayer. It is perfectly good and pleases God that we want to talk to Him, no matter how broken we are, no matter what we've done. Verse 4. We pray so that everyone may be saved, and that they may know the truth. This very God, Jesus Christ, wants every single person, without exception, to be saved from ourselves and from the condemnation that comes with being separated from God due to our sinful nature. Verses 5 and 6. We pray so that all could have access to personally communicate with God, not in fear or judgment, but as a child who can rely on their Heavenly Father to simply tell Him our day, the things that upset us, makes us happy, and tell Him our worries and heartache. Why? Because He cares for you without exception. May we sing this song together. Come, now is the time to worship. Come, now is the time to give your heart. Come, just as you are to worship. Come, just as you are before your God. Come, one day every tongue will confess you are God. One day every knee will bow. Still the greatest treasure remains for those who gladly choose you now. One day every tongue will confess you are God. One day every knee will bow. Still the greatest treasure remains for those who gladly choose you now. Come, now is the time to worship. Come, now is the time to give your heart. Come, just as you are to worship. Come, just as you are before your God. Come, one day every tongue will confess you are God. One day every knee will bow. Still the greatest treasure remains for those who gladly choose you now. Willingly we choose to surrender our lives. Willingly our knees will bow.
With our hearts, soul, mind, and strength, we gladly choose you now. Come, now is the time to worship. Come, now is the time to give your heart. Come, just as you are to worship. Come, just as you are before your God. Come. May His name alone be glorified. Amen. കാലങ്ങൾ കഴിയുമ്പോൾ നിത്യത പുലരുമ്പോൾ, കാലങ്ങൾ കഴിയുമ്പോൾ നിത്യത പുലരുമ്പോൾ, ദൈവം ചെയ്തതൊക്കെയും നന്മയ്ക്കെന്നു തെളിയുമ്പോൾ, ദൈവം ചെയ്തതൊക്കെയും നന്മയ്ക്കെന്നു തെളിയുമ്പോൾ, യുക്തമായി വ്യക്തമായി കൃപയൻ കരുതലറിയും നാം, യുക്തമായി വ്യക്തമായി കൃപയൻ കരുതലറിയും നാം. അനാഥിനാഥനേശുവൻ ധനം അന്യനാം ഭൂവിലെന്നാ, ധന്യനാം ഞാൻ ക്രിസ്തുവിൽ സദാ. അന്യനാം ഭൂവിലെന്നാ, ധന്യനാം ഞാൻ ക്രിസ്തുവിൽ സദാ.